ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, നമ്മുടെ JCI എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 5-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം ധാരണ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ JCI എക്സാമിന് IT ഭാഗത്ത് നിന്ന് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇക്കഴിഞ്ഞ കേരാഫഡ് പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് കുറേ സമയനഷ്ടം വരുന്നതും, അല്ലെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ JCI IT പാർട്ടിൽ വരുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ സിലബസ് നമുക്കറിയാമല്ലോ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സിലബസ്സാണ്. ഏകദേശം 90 മാർക്കിനുള്ള കോപ്പറേറ്റീവ് എക്സാമിൻ്റെ ജനറലായിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ആ പഠിക്കുന്ന അതേ പ്രാധാന്യം കൊടുത്ത് തന്നെ IT ടോപ്പിക്കിൽ നിന്നും 10 മാർക്കിനുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രാധാന്യം ഈ IT ഭാഗത്തിന് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചിലപ്പോൾ റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങൾ വരുന്നത് ചിലപ്പോൾ IT ഭാഗത്ത് നിന്നും ആവാം കേട്ടോ. 10 മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ കളയാൻ കഴിയില്ല. നന്നായിട്ടാണ് നമ്മൾ പഠിക്കണം. അപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾ ചിലപ്പോൾ IT 10 മാർക്കിനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അതിനെ അങ്ങ് ഇഗ്നോർ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ മൊത്തം പഠിക്കും. പക്ഷെ അതൊരു തെറ്റായിട്ടുള്ള പ്രവണതയാണ്. IT കൂടി നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ IT എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഒരു 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. പക്ഷെ കുറച്ചും കൂടി നന്നായിട്ട് ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിധം നമുക്കത് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ IT ഭാഗത്ത് 10 മാർക്ക് എന്ന് പറഞ്ഞു. ഈ 10 മാർക്കിന് പ്രധാനമായിട്ടും വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ പാർട്സ് അല്ലേ? അതായത് മോണിറ്റർ, കീബോർഡ്, മൗസ്, ഇങ്ങനെ വരുന്ന വ്യത്യസ്ത ഡിവൈസുകളെ കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ രണ്ടാമതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പ്രധാനമായും സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെയും ഉദാഹരണങ്ങൾ എന്താണ്, ഇവ കൊണ്ടുള്ള ഉപയോഗം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. പിന്നീട് നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബേസിക് ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇനി വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു 2 ഭാഗം നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, ഏതെല്ലാം തരത്തിലുള്ള നെറ്റ്വർക്കുകളാണ് ഉള്ളത്, അത് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓൾറെഡി നിങ്ങളൊക്കെ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ലാൻ, വാൻ, മാൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നെറ്റ്വർക്ക് ഡിവൈസസ്. ഓരോ നെറ്റ്വർക്ക് ഡിവൈസസിൻ്റെയും ഉപയോഗം എന്താണ് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പോൾ നെറ്റ്വർക്ക് ഡിവൈസുകളായ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, സ്വിച്ച്, ഹബ്ബ്, റൗട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ, അങ്ങനെ ഈ ഓരോ ഡിവൈസസിനെ കുറിച്ചുമുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യത ഏറെയാണ്. കാരണം നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, 1 മാർക്ക് എന്ന് പറയുന്നത് ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ജോലി നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ 1 മാർക്ക് കിട്ടുമ്പോഴായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ജോലി നമ്മളെ തേടി വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തുള്ള കാര്യങ്ങൾ നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. പ്രത്യേകിച്ച് ഈ നെറ്റ്വർക്ക് ഡിവൈസസും കൂടുതൽ ഊന്നൽ കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. അതുപോലെ പിന്നീട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇൻ്റർനെറ്റ്.
ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ബേസിക് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഇൻ്റർനെറ്റിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ അധികം പ്രയാസമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ് ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. വെബ് ബ്രൗസറുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ഓപ്പറ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വിവിധ തരത്തിലുള്ള സോഷ്യൽ മീഡിയാസൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് അധികം പ്രയാസം അതിലുണ്ടാവില്ല. നിങ്ങൾ എഴുതും, എങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വായിച്ച് പഠിച്ചിരിക്കണം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് തെറ്റാൻ പാടില്ല, ഒരു മാർക്ക് പോലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. പിന്നീട് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സൈബർ ലോസ്. സൈബർ ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം വരാൻ പോകുന്ന എല്ലാ ജനറൽ PSC പരീക്ഷയ്ക്കും PSC ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സൈബർ ലോസ് എന്ന് പറയുന്നത്. വിവിധ IT സെക്ഷൻസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നിയമങ്ങൾ, ഒരു പർട്ടിക്കുലർ സൈബർ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ശിക്ഷയാണ് നമുക്ക് കിട്ടുന്നത്, എത്ര രൂപയാണ് പിഴ അടയ്ക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താണ് അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് പറയാൻ പഠിച്ചിരിക്കണം. ഈ IT ലോസ് പഠിക്കാനായിട്ട് ഒത്തിരി പ്രയാസമല്ല. കാരണം കുറച്ച് ലോസാണ് സ്ഥിരമായിട്ട് PSC തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്നത്, കുറച്ച് സെക്ഷൻസ്. ആ സെക്ഷൻസ് ഓരോന്നും നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അഥവാ മറന്നു പോകും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ഈ സെക്ഷൻസ് ഒക്കെ ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് എഴുതി നമ്മൾ എപ്പോഴും നോക്കുന്ന ഒരു ഭാഗത്ത് ചുമരിലോ വാതിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഡെയിലി അത് കാണുമ്പോഴത്തേക്ക് നമ്മളത് മറക്കില്ല കേട്ടോ. സൈബർ ലോസ് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് IT ഭാഗത്തു നിന്നും പ്രധാനമായിട്ടും ചോദിക്കുന്നത്. 10 മാർക്കാണ് IT ഭാഗത്ത് നിന്നും വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 10 മാർക്കും നിങ്ങൾ മേടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഔട്ട്പുട്ട് ഡിവൈസാണ്, അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഈ ഹാർഡ്വെയർ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്ന ഔട്ട്പുട്ട് ഡിവൈസസ്. നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ ഉപകരണങ്ങളെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്, ഇൻപുട്ട് ഡിവൈസ് എന്നും ഔട്ട്പുട്ട് ഡിവൈസ് എന്നും. അതിൽ ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ഡിവൈസസ്. എന്താണ് ഈ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യും, എൻ്റർ ചെയ്യും. ഒരു ഇൻപുട്ട് കമ്പ്യൂട്ടറിനുള്ളിൽ കൊടുക്കും, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കും. ആ ഇൻസ്ട്രക്ഷനെ പ്രോസസ്സ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യുക, ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു വർക്കിംഗ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് എന്ത് വേണം, ഔട്ട്പുട്ട് ഡിവൈസസ് വേണം. പ്രധാനപ്പെട്ട ചില ഔട്ട്പുട്ട് ഡിവൈസസുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഡിവൈസിൽ പഠിക്കുന്ന അത്രയും എണ്ണം ഉപകരണങ്ങളെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ഔട്ട്പുട്ട് ഡിവൈസസ് മാത്രം പഠിച്ചാൽ മതിയാവും കേട്ടോ. 3 or 4 ഔട്ട്പുട്ട് ഡിവൈസ് പഠിച്ചാൽ മതിയാവും. നമുക്ക് എന്താണെന്ന് നോക്കാം. മോണിറ്റർ. ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്, മോണിറ്റർ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മോണിറ്റർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് കാണുന്ന സ്ക്രീനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോണിറ്റർ എന്ന് പറയുന്നത്. മോണിറ്റേഴ്സ് കോമൺലി കാൾഡ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, VDU. ഇത് പഠിച്ചു വെക്കുക കേട്ടോ. മോണിറ്ററിനെ പറയുന്ന മറ്റൊരു പേരാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അല്ലെങ്കിൽ VDU എന്ന് പറയുന്നത്. ചിലപ്പോൾ VDUവിൻ്റെ ഫുൾ ഫോം ചോദിച്ചാൽ പറയുക വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. മോണിറ്റർ ഈസ് ആൾസോ കാൾഡ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അതിൽ പ്രത്യേകിച്ച് സംശയമൊന്നും വരാൻ പാടില്ല. അപ്പോൾ മോണിറ്റേഴ്സ് കോമൺലി കാൾഡ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആർ ദ മെയിൻ ഔട്ട്പുട്ട് ഡിവൈസ് ഓഫ് എ കമ്പ്യൂട്ടർ. നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോണിറ്ററാണ് കേട്ടോ. ഇറ്റ് ഫോംസ് ഇമേജസ് ഫ്രം ടൈനി ഡോട്ട്സ് കാൾഡ് പിക്സൽസ്. നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലേ, നമ്മൾ ഈ ക്യാമറയുടെയൊക്കെ ക്ലാരിറ്റിയൊക്കെ അളക്കുന്നത് ഈ പിക്സൽസ് വെച്ചാണ്. അപ്പോൾ നമ്മുടെ ഈ മോണിറ്ററിൽ നമ്മൾ കാണുന്ന ഇമേജസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ബൈ യൂസിങ് ടൈനി ഡോട്ട്സ്. നമ്മൾ ഈ മോണിറ്ററിൻ്റെ അടുത്ത് നമ്മുടെ കണ്ണ് ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ ഡോട്ടുകൾ കാണാൻ പറ്റും. ആ വിവിധ തരത്തിലുള്ള ഡോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഡോട്ട്സിനെ പറയുന്ന പേരാണ് പിക്സൽ എന്ന് പറയുന്നത് കേട്ടോ. ആ പിക്സൽ അല്ലെങ്കിൽ ആ ഡോട്ടിൻ്റെ ഞെരുക്കം വളരെയധികം
ക്ലോസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ കാണുന്ന മോണിറ്ററിൻ്റെ ക്ലാരിറ്റിയും കൂടുതലായിരിക്കും കേട്ടോ, പിക്ചർ ക്ലാരിറ്റിയും കൂടുതലായിരിക്കും. ഒരുപക്ഷെ ആ ഡോട്ട് ലൂസ്ലി പാക്ക്ഡ് ആണ് എന്നുണ്ടെങ്കിൽ പിക്ചർ ക്ലാരിറ്റി എന്ത് ചെയ്യും, കുറയും കേട്ടോ, അത് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് പിക്സൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ദ ഇമേജസ്, അതായത് ടൈനി ഡോട്ടുകൾ, ഒരു ഇമേജ് ഫോം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചെറിയ ടൈനി ഡോട്ടുകളെയാണ് പിക്സൽസ് എന്ന് പറയുന്നത് കേട്ടോ. ദാറ്റ് ആർ അറേഞ്ച്ഡ് ഇൻ എ റെക്ടാങ്കുലർ ഫോം. ദ ഷാർപ്നെസ് ഓഫ് ദ ഇമേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് പിക്സൽസ്. ഞാൻ പറഞ്ഞ കാര്യമാണ്, ഒരു ഇമേജിൻ്റെ ഷാർപ്നെസ് അല്ലെങ്കിൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് പിക്സൽസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യം മോണിറ്ററിനെ കുറിച്ച് പഠിച്ചു. മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് നമ്മൾ എല്ലാവരും പറയും. പക്ഷേ ഇതിനകത്ത് നമ്മൾ എന്തെല്ലാം പഠിച്ചു? മോണിറ്ററിനെ പറയുന്ന മറ്റൊരു പേര് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണെന്ന് പഠിച്ചു. മാത്രമല്ല എങ്ങനെയാ ഒരു മോണിറ്ററിനകത്ത് ഇമേജ് ഫോം ചെയ്യുന്നത്? ബൈ യൂസിങ് ടൈനി ഡോട്ട്സ്. ദാറ്റ് ടൈനി ഡോട്ട്സ് ആർ കാൾഡ് പിക്സൽസ്. ഒരു മോണിറ്ററിൽ കാണുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഇമേജിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷാർപ്നെസ് എന്ന് പറയുന്നത് പിക്സൽസിൻ്റെ എണ്ണം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഈ ഒരു ഒറ്റ പാരാഗ്രാഫിൽ നിന്ന് വേണമെങ്കിൽ അവർക്കൊരു 2-3 സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പാരാഗ്രാഫ് നന്നായിട്ട് വായിച്ചു വെക്കുക. ഇതിനകത്ത് നിന്ന് വേണമെങ്കിൽ PSCക്ക് ഏത് രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാം. വേണമെങ്കിൽ ഒരു സിംഗിൾ ഫോം അല്ലെങ്കിൽ സിംഗിൾ ആൻസർ വരുന്ന അല്ലെങ്കിൽ സിംഗിൾ വേർഡ് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വേണമെങ്കിലും ചോദിക്കാം. Then there are 2 kinds of monitors. മോണിറ്ററുകൾ പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് കാഥോഡ് റേ ട്യൂബും ഒന്ന് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേയും. കാഥോഡ് റേ ട്യൂബ് അല്ലെങ്കിൽ CRT മോണിറ്റർ. CRT മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന പ്രാബല്യത്തിലുണ്ടായിരുന്ന മോണിറ്ററാണ് CRT മോണിറ്റർ എന്ന് പറയുന്നത്. അതായത് ബാക്ക് അത്യാവശ്യം ഒരു TV പോലെ ഇത് മോണിറ്ററാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു മോണിറ്ററിനെയാണ് CRT മോണിറ്റർ എന്ന് പറയുന്നത്. അതായത് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ടെലിവിഷൻസ് ഉണ്ടല്ലോ, ഏകദേശം ആ ഒരു രൂപം അല്ലെങ്കിൽ അതേ ഷേപ്പിലുള്ള ഒരു സ്ക്രീനാണ് CRT മോണിറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ CRT മോണിറ്റർ അവശേഷിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഈ മോണിറ്ററൊക്കെ കണ്ടക്ട് ചെയ്തു തുടങ്ങി കേട്ടോ. ഇപ്പോൾ നിലവിലില്ല. കാരണം CRT മോണിറ്റർ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലാറ്റ് ടൈപ്പ് LCD മോണിറ്റർ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന TFT LED മോണിറ്ററുകളെ അപേക്ഷിച്ച് ക്ലാരിറ്റി കുറച്ച് കുറവാണ്, പിക്ചർ ക്ലാരിറ്റി കുറവാണ്. മാത്രമല്ല കൂടുതൽ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യും. അതുപോലെ തന്നെ കൂടുതൽ ചൂടും ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒരു മോണിറ്ററാണ് CRT മോണിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിലവിലധികം ആരും തന്നെ CRT മോണിറ്റർ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് ഈ രണ്ടാമത് പറഞ്ഞ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ആണ് കേട്ടോ. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അത് LCD മോണിറ്റർ ആവാം. LCDയുടെ ഫുൾ ഫോം എന്താ? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. അല്ലെങ്കിൽ LED മോണിറ്റർ ആവാം. LED മോണിറ്റർ, LED എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതുമല്ലെങ്കിൽ TFT മോണിറ്റർ ആണ് കേട്ടോ. TFT മോണിറ്റർ, തിൻ ഫിലിം ട്രാൻസിസ്റ്റർ. ഇതാണ് TFTയുടെ ഫുൾ ഫോം. അപ്പോൾ ഇത്തരം മോണിറ്ററുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മളെല്ലാവരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ഫ്ലാറ്റ് പാനൽ മോണിറ്റേഴ്സ് ആണ്. ഈവൻ ടച്ച് സ്ക്രീൻ അവൈലബിൾ ആയിട്ടുള്ള മോണിറ്റേഴ്സ് വരെ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് കേട്ടോ. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിൻ്റർ. മോണിറ്റർ കഴിഞ്ഞാൽ അടുത്തത് നമുക്കൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പ്രിൻ്റർ എന്ന് പറയുന്നത്. സോ പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. എന്തിനാണ് പ്രിൻ്റർ യൂസ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിൻ്റ് പേപ്പറിൽ അടിച്ച് അല്ലെങ്കിൽ പ്രിൻ്റ് പേപ്പറിൽ അച്ചടിച്ച് ഇറക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിൻ്റർ യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ് കോപ്പി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകളെ ഫിസിക്കലി ഒരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പ്രിൻ്റർ എന്ന് നിസ്സംശയം നിങ്ങളെല്ലാവരും പറയും. പ്രിൻ്റർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രിൻറ്റ് ഇൻഫർമേഷൻ ഓൺ പേപ്പർ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ പ്രിൻ്റർ വഴി അടിച്ചെടുക്കുന്ന പേപ്പറിൽ പ്രിൻ്റ് ചെയ്തെടുക്കുന്ന ഡോക്യുമെൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഹാർഡ് കോപ്പി. എന്താണ്? ഹാർഡ് കോപ്പി കേട്ടോ.
അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ സ്ക്രീൻ ഉപയോഗിച്ച് നമ്മൾ കാണുന്ന ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരാണ് സോഫ്റ്റ് കോപ്പി കേട്ടോ. കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ കൂടി മാത്രം അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ വഴി മാത്രം കാണാൻ സാധിക്കുന്ന PDF ഫയലുകളോ അല്ലെങ്കിൽ വേർഡ് ഫയലുകളോ എന്തോ ആയിക്കൊള്ളട്ടെ, അതിനെല്ലാം നമ്മൾ പറയുന്ന പേര് എന്താണ്? സോഫ്റ്റ് കോപ്പിയാണ് കേട്ടോ, സോഫ്റ്റ് കോപ്പി. അപ്പോൾ ഇന്ന് നമ്മുടെ ഗവൺമെൻറ്റൊക്കെ കൂടുതലും ഈ സോഫ്റ്റ് കോപ്പിയാണ് എൻകറേജ് ചെയ്യുന്നത് കേട്ടോ. ഗ്രീൻ സിറ്റി പോലുള്ള പല പദ്ധതികളും ഉണ്ട്. അതായത് പേപ്പർ ട്രാഫിക്കുകൾ, സർക്കാർ ഓഫീസുകളിലൊക്കെ ഭയങ്കര പേപ്പർ ട്രാഫിക്കാണ് അല്ലേ. കുറേ ഡോക്യുമെൻറ്റുകളും പേപ്പറുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ, ഓഫീസ് കൺജസ്റ്റഡ് ആയി പോകും. അതുകൊണ്ട് തന്നെ വിവിധ ഗവൺമെൻറ് ഏജൻസീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഇന്ന് ഈ സോഫ്റ്റ് കോപ്പിയെ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. പ്രിൻ്ററുകൾ പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് ഇമ്പാക്റ്റ് പ്രിൻ്ററും 2 നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റേഴ്സും കേട്ടോ. പ്രിൻ്റർ പ്രധാനമായിട്ട് 2 തരത്തിലാണുള്ളത്. ഒന്നെന്താണ്? ഇമ്പാക്റ്റ് പ്രിൻ്ററും 2 നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററും മനസ്സിലാക്കുക. ഇനി എന്താണ് ഇമ്പാക്റ്റ് പ്രിൻ്റർ, എന്താണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. എന്താണ് ഇമ്പാക്റ്റ് പ്രിൻ്ററും എന്താണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററും നോക്കാം. Impact printers print the characters by striking them on the ribbon which is then pressed on the paper. ആ വായിച്ച ആ ഒരു സെൻറ്റൻസിൽ തന്നെ ഉണ്ട് അതിൻ്റെ ആൻസർ കേട്ടോ. ഇമ്പാക്റ്റ് പ്രിൻ്റർ എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് പ്രിൻ്റ് ചെയ്യുന്നത്? ബൈ സ്ട്രൈക്കിംഗ് ദം ഓൺ ദ റിബൺ വിച്ച് ഈസ് ദെൻ പ്രസ്ഡ് ഓൺ ദ പേപ്പർ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ത് ചെയ്യുന്നത്? പ്രിൻ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? വെരി ലോ കൺസ്യൂമബിൾ കോസ്റ്റ്, അത് ഫിക്സ് ചെയ്യാനായിട്ട് ചിലവ് കുറവാണ്. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട്, പ്രിന്റ് ജനറേറ്റ് ആകുമ്പോഴത്തേക്ക് ഭയങ്കര ശബ്ദമായിരിക്കും. കാരണം നമ്മൾ മുകളിൽ പറഞ്ഞു എന്താണ്? സ്ട്രൈക്കിംഗ് ദം ഓൺ ദ റിബൺ വിച്ച് ഈസ് ദെൻ പ്രസ്ഡ് ഓൺ ദ പേപ്പർ. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി നടക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ശബ്ദമായിരിക്കും. ഇന്ന് പ്രിന്റ് എന്ത് ചെയ്യുമ്പോഴത്തേക്ക്, പ്രിന്റ് വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും കേട്ടോ. ദെൻ യൂസ്ഫുൾ ഫോർ ബൾക്ക് പ്രിൻറ്റിങ് ഡ്യൂ ടു ലോ കോസ്റ്റ്, അതായത് ബൾക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പേപ്പേഴ്സ് പ്രിന്റ് ചെയ്യാനായിട്ട് വളരെയധികം ഉപയോഗപ്രദമാണ്. കാരണം എന്താ? ചിലവ് വളരെയധികം കുറവാണ് കേട്ടോ. ദർ ഈസ് ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ദ പേപ്പർ ടു പ്രൊഡ്യൂസ് ആൻ ഇമേജ്. ഒരു ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഫിസിക്കലി എന്ത് ചെയ്യണം? ഈ പ്രിൻ്ററിന് ആ പേപ്പറുമായിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? കോണ്ടാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ ചില ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ടെക്നിക്കലി പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് എന്താണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. ഇതിനടുത്തത് പഠിക്കേണ്ടത് നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ്. നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് പ്രിൻറ്റ് ദ ക്യാരക്ടേഴ്സ് വിത്തൗട്ട് യൂസിങ് ദ റിബൺ. റിബൺ ഉപയോഗിക്കാതെ ക്യാരക്ടേഴ്സിനെ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രിൻ്ററുകളെയാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയുന്നത് കേട്ടോ. ദീസ് പ്രിൻറ്റേഴ്സ് പ്രിൻറ്റ് എ കംപ്ലീറ്റ് പേജ് അറ്റ് എ ടൈം. Thus they are also called as page printers. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ ഒരു മുഴുവൻ പേജും പ്രിന്റ് ചെയ്തെടുക്കുവാനുള്ള ഒരു കഴിവ് നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സിനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രിൻ്ററുകളെ പേജ് പ്രിൻറ്റേഴ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന ലേസർ പ്രിൻ്റർ, നമ്മൾ യൂസ് ചെയ്യുന്ന ലേസർ പ്രിൻ്റർ അല്ലേ, നമ്മൾ ഓഫീസുകളിലൊക്കെ ലേസർ പ്രിൻ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? വളരെ പെട്ടെന്ന് തന്നെ പ്രിൻ്റ് എന്ത് ചെയ്യും? അടിച്ച് നമുക്ക് കയ്യിൽ തരും അല്ലേ. അതായത് അറ്റ് എ ടൈം ഒരു പർട്ടിക്കുലർ പേപ്പർ തന്നെ പ്രിൻ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ഈ പേജ് പ്രിൻറ്റേഴ്സ് അല്ലെങ്കിൽ ഈ നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സിനുണ്ട്. കാരണം ഇവിടെ റിബൺ പേപ്പറിൽ കൊണ്ടുവച്ച് പ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല പ്രിൻ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ ടൈം തന്നെ നമുക്കൊരു പേജ് എന്ത് ചെയ്യാൻ കഴിയും? നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ശബ്ദവും കുറവാണ്. ഇമ്പാക്റ്റ് പ്രിൻ്ററുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പ്രിൻറ്റിങ് നടക്കുന്ന സമയത്ത് പ്രിൻ്ററിൽ നിന്ന് വരുന്ന നോയ്സും വളരെയധികം കുറവാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. ദെൻ നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു സംഗതിയാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് പഠിക്കുമ്പോൾ മോണിറ്റർ പഠിക്കും, പ്രിൻ്റർ പഠിക്കും, ഒരാളെയും കൂടെ പഠിക്കും, സ്പീക്കറും പഠിക്കും. വേണമെങ്കിൽ നമുക്ക് മൈക്രോഫോൺ, നമ്മുടെ ഹെഡ്സെറ്റ് ഉണ്ടല്ലോ, അതും ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ്, സൗണ്ട് ഔട്ട് കേൾക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണല്ലോ. പക്ഷേ പ്ലോട്ടർ നമ്മൾ അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കാറില്ല. പക്ഷേ പ്ലോട്ടറും കൂടി പഠിക്കണം. എന്താണ് പ്ലോട്ടർ എന്ന് നമുക്ക് നോക്കാം. എ പ്ലോട്ടർ ഈസ് ബേസിക്കലി എ ടൈപ്പ് ഓഫ് പ്രിൻ്റർ ടെക്നോളജി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രിൻ്റർ തന്നെയാണ്. നമുക്ക് ഇങ്ങനെ പറയാം, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഹെവി ഡ്യൂട്ടി പ്രിൻ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ഡിവൈസ്. ഒരു കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ഡിവൈസ് തന്നെയാണ്. വിച്ച് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഹൈ ക്വാളിറ്റി ഇമേജസ്
large formats images and diagrams and drawings on flat surface or papers. അപ്പോൾ ഈ പ്ലോട്ടർ എന്തിനാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി ഇമേജസ് പ്രിൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ലാർജ് ഫോർമാറ്റ് ഇമേജുകൾ പ്രിൻറ്റ് ചെയ്യാനും വലിയ വലിയ ഡയഗ്രംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ ഡയഗ്രാം ആവാം, അല്ലെങ്കിൽ ഹെവി മെഷീൻസ് ഉണ്ടല്ലോ അത്തരം മെഷീൻസിൻ്റെ ഡയഗ്രംസ് ആവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വലിയ പേപ്പർ ഷീറ്റുകളിൽ പ്രിൻറ്റ് ചെയ്തെടുക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഈ പ്ലോട്ടർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ഇറ്റ് ഹാസ് ഫ്ലാറ്റ് ബെഡ് വിച്ച് ഹെൽപ്സ് ഇൻ പ്രിൻറ്റിങ് ഓൺ ഫ്ലാറ്റ് സർഫസസ്. അപ്പോൾ ഫ്ലാറ്റ് സർഫസുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്തെടുക്കുവാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡയഗ്രാംസ് പ്രിൻറ്റ് ചെയ്തെടുക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ പ്ലാൻസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ മാപ്പ്, അതുപോലെ തന്നെ വലിയ വലിയ ഇമേജസ്, പിന്നെന്താ പറയേണ്ടത് വലിയ വലിയ മെഷീൻസിൻ്റെ ഒക്കെ ഡയഗ്രാംസ്, ഇതൊക്കെ പ്രിൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രിൻ്ററാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ. ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ വിലയുള്ള ഒരു ഡിവൈസാണ് ഈ പ്ലോട്ടർ എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വലിയ വലിയ ഇൻഡസ്ട്രീസിലും അല്ലെങ്കിൽ വലിയ വലിയ ഓർഗനൈസേഷൻസിൽ എന്തെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പർപ്പസസിന് വേണ്ടിയിട്ടാണ് ഈ പ്ലോട്ടർ പോലുള്ള പ്രിൻ്റർ എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു പ്ലോട്ടറിൻ്റെ ഒരു പടം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. അവിടെ ഒരു മാപ്പ്, നമ്മുടെ ഒരു വേൾഡ് മാപ്പാണ് എന്ത് ചെയ്യുന്നത് പ്രിൻറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഫ്ലാറ്റ് സർഫസിൽ വെച്ച് ആ ഒരു പർട്ടിക്കുലർ ഇമേജിനെ അനലൈസ് ചെയ്യാനായിട്ടുള്ള തരത്തിലുള്ള ഡ്രോയിങ്സ് ഒക്കെ പ്രിൻറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് ഈ എന്ത് ചെയ്യുന്നത് പ്ലോട്ടർ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് പഠിക്കുന്നത് സ്പീക്കറിനെ കുറിച്ച് ഞാൻ വേറെ ഡിസ്ക്രിപ്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. സ്പീക്കർ എന്തിനാണ് സ്പീക്കർ യൂസ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും പറയും. സൗണ്ട് ഫയലുകൾ പ്ലേ ചെയ്യുമ്പോൾ ആ സൗണ്ട് കേൾക്കുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്പീക്കർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്പീക്കറും ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസുകളാണെങ്കിൽ നമ്മൾ കുറേ ഡിവൈസസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. കീബോർഡ്, മൗസ്, അതുപോലെ ജോയ്സ്റ്റിക്ക്, സ്കാനർ, OMR, OCR, MICR, ബയോമെട്രിക് സെൻസർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ കുറച്ച് ഡിവൈസുകളെ കുറിച്ച് പഠിച്ചാൽ മതി. ഏതൊക്കെ പഠിച്ചു? മോണിറ്റർ പഠിച്ചു, പ്രിൻ്റർ പഠിച്ചു, പ്ലോട്ടർ പഠിച്ചു, സ്പീക്കർ പഠിച്ചു, ഈവൻ മൈക്രോഫോണും ഒക്കെ എന്തായിട്ട് നമുക്ക് പറയാം ഔട്ട്പുട്ട് ഡിവൈസായിട്ട് പറയാം. അപ്പോൾ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ഒക്കെ ഭംഗിയായിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലാണ് ഇത് വരുന്നത്. ഹാർഡ്വെയർ എന്താണെന്ന് അറിയാമല്ലോ. ഫിസിക്കൽ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ ഈസ് കാൾഡ് ഹാർഡ്വെയർ. നമുക്ക് കാണാനും തൊടാനും സാധിക്കുന്ന ഭാഗങ്ങളെയെല്ലാം നമുക്ക് എന്ത് പറയാം ഹാർഡ്വെയർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഭംഗിയായിട്ട് തന്നെ അത് പഠിച്ചു വെക്കുക. ദെൻ നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയെക്കുറിച്ചുള്ള ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ അത് ജൂലൈ 12-ാം തീയതി 9 PM നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യുവാനായിട്ടുള്ള ലിങ്ക് നിങ്ങൾ ഈ കാണുന്ന വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. ജോയിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ അല്ലെങ്കിൽ ആ എക്സാമിൻ്റെ സിലബസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരം, എക്സാം പാറ്റേൺ എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരും, മാത്രമല്ല മുൻ പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ആ പരീക്ഷയിൽ നിന്നും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഉള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ജൂലൈ 12-ാം തീയതി രാത്രി 9 മണിക്കുള്ള ഈ ഒരു വെബിനാറിൽ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. സംശയങ്ങളെല്ലാം ചോദിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്ത് കാര്യവും എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഓരോ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും വരുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് 8921440580 എന്ന നമ്പറിൽ വിളിക്കുക. അതുപോലെ ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്യുവാനായിട്ട് നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക കേട്ടോ. നമുക്ക് സെപ്റ്റംബർ 5-ാം തീയതി ആണ് JCI പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് കാത്തിരുന്നൊരു പരീക്ഷയാണ്. നോട്ടിഫിക്കേഷൻ വന്ന അന്നു മുതൽ തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു തീയതി PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 5-ാം തീയതിയാണ്. അപ്പോൾ ഒത്തിരി ആളുകൾ എഴുതാൻ തയ്യാറെടുക്കുന്ന ഒരു പരീക്ഷ കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ കോമ്പറ്റീഷനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ലൊരു ഗൈഡൻസ് നമുക്ക് വേണം. നല്ലൊരു ഗൈഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൻ്റെ മുൻപന്തിയിൽ തന്നെ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഈ JCI എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ അധ്യാപകരോടും മെൻറ്ററിനോടും ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എല്ലാ ആഴ്ചയും മാതൃക പരീക്ഷ ഉണ്ടാവും കേട്ടോ, മോക്ക് ടെക്സ്റ്റുകൾ ഉണ്ടാവും. അതായത് മുൻ പരീക്ഷകൾ അല്ലെങ്കിൽ നേരത്തെ നടത്തിയിട്ടുള്ള ഇത്തരം പരീക്ഷകളിലെ ചോദ്യങ്ങളൊക്കെ എടുത്ത് അല്ലെങ്കിൽ അതേപോലുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരീക്ഷയായിരിക്കും. അപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്വയം നിങ്ങളെ വിലയിരുത്താനായിട്ട് പറ്റും നമ്മുടെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത്. അതുപോലെ തന്നെ ലൈവ് സെഷൻസ്, എല്ലാ സബ്ജക്റ്റുകളെയും കുറിച്ചുള്ള ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല സ്റ്റഡി മെറ്റീരിയൽസ്, ഓരോ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നോട്ടുകളും മറ്റ് മെറ്റീരിയൽസും മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക 8921440580. അപ്പോൾ എല്ലാവരും പരമാവധി നമ്മുടെ കോഴ്സ് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ JCI പരീക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ സിലബസ് പ്രധാനമായിട്ടും IT 10 മാർക്കിന് IT ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളും പഠിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ പഠിക്കുക, പഠിച്ച് നല്ല റാങ്കിൽ വരിക. നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.